എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ സഹോദരങ്ങളുടെ മേളിലുള്ള കേസ് ഞാൻ പിൻവലിച്ചേക്കാം. നിങ്ങളുടെ എല്ലാ സ്വത്തും ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരാം. എത്ര വേണമെങ്കിലും സ്ത്രീധനവും തരാം. നിങ്ങളോട് പ്രതികാരം ചെയ്യാനിരിക്കുന്ന എന്റെ ചേട്ടനെ കൊണ്ട് നിങ്ങളുടെ കാല് കഴുകിപ്പിച്ച് ലൈഫ് ലോങ് നിങ്ങളുടെ കാൽ ചുവട്ടിൽ ഒരു നായ പോലെ കിടക്കുന്ന അവസ്ഥയിലാക്കാം. നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ തരാം. വാട്ട് യു സേ അബ്രാം? അല്ല, ആക്ച്വലി നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഓൾറെഡി നിങ്ങൾ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി. 3 കുട്ടികളും ഉണ്ട്. അതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് വേണ്ടത് നിങ്ങളെ മാത്രമാണ്. എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. തന്റെ ഓഫർ വളരെ നന്നായിട്ടുണ്ട്. കേസ് പിൻവലിക്കാന്ന് പറയുന്നു, സ്വത്ത് തിരിച്ചു തരാന്ന് പറയുന്നു, എന്തിന് സ്ത്രീധനവും തരാന്ന് പറയുന്നു. വെരി ബിഗ് ഓഫർ. അപ്പോ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ? ശരിക്കും ഓക്കെ ആണോ? ഇത് സത്യം തന്നെയാണല്ലോ. ആ, ഇത് സത്യമാകണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ കൂടെ അനുവാദം വേണം. ആരുടെ? വസുന്ധര, വസുന്ധര, ഒരു മിനിറ്റ് ഒന്നിങ്ങ് വരുവോ? വാനേ ചെല്ലു വസു. എന്താ സാർ, കാവേരി മാഡം അഭിരാമിനെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി. ഇപ്പൊ അഭിരാം വസുന്ധരയെ വിളിക്കുന്നുണ്ടല്ലോ. രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി തല്ലാനായിരിക്കും. സാറിനുള്ളത് ഓവർ കോൺഫിഡൻസ് അല്ല, അതിന് മുകളില്ല. അവരെന്താടി സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഞാനും ഇവിടെയല്ലേ നിക്കുന്നേ, എനിക്കെങ്ങനെ അറിയാൻ പറ്റും? അവര് കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. എന്റെ ഇടത് കണ്ണും തുടിക്കുന്നുണ്ട്. എന്ത് പെർമിഷനായിട്ടാ? ഇവൾക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടെന്ന്. ആ ആഗ്രഹം തന്നെ കൊണ്ട് മാത്രമേ സാധിച്ചു കൊടുക്കാൻ പറ്റൂ. എന്താഗ്രഹം? തന്റെ താലി. നിങ്ങളുടെ കയ്യിൽ നിറയെ കാശുണ്ടല്ലോ. ജുവലറിയിൽ ഒരുപാട് സ്വർണ്ണമുണ്ട്. പോയി വാങ്ങിച്ചോ? ഞാൻ വേണമെന്ന് പറഞ്ഞത് അഭിരാമിനെയാ. അതെനിക്ക് മനസ്സിലായി. ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ സംസാരിച്ച നിന്റെ ചെകിട്ട് തടിക്കും ഞാൻ. ഏയ്, അദ്ദേഹം എന്നോട് സമ്മതിച്ചതാ. നീ ഓക്കെ പറയുകയാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന്. നീ എന്നെ തല്ലാറായോ? അമ്മേ, എന്താടി ഇത്? അവൾ എന്തിനാടി വെച്ചലക്കുന്നത്? എനിക്ക് എങ്ങനെ അറിയാം ആന്റി? ഒന്ന് വാടിച്ചിരിക്കും. കാവേരി മാഡം തല്ലൂന്ന് കരുതിയപ്പോ മാഡം ആണല്ലോ തല്ല് വാങ്ങി കൂട്ടുന്നത് സാർ. എന്നെ വിടുവിയേ. എന്റെ അനിയത്തിയുടെ ദേഹത്ത് കൈവച്ച വസുവിനെ അതിന് ഞാൻ പിടിച്ചിട്ടേ ഇല്ലല്ലോ സാർ. ശരിക്കും സാർ അങ്ങോട്ട് പോവാണോ? അല്ല, അവിടെ അഭിരാം സാറിന്റെ കൈ വെറുതെ ഇരിക്കാന്ന്. ഒരു പണിയുണ്ടാക്കണോ? നിനക്ക് എത്രയ്ക്ക് ധൈര്യം ഉണ്ടായിട്ടാ നീ എന്റെ ചെകിട്ട തടിച്ചത്? നീക്കൊരു സ്ത്രീയാണോടി? മറ്റൊരുത്തിയുടെ ഭർത്താവിനെ എങ്ങനെ ആഗ്രഹിക്കാൻ തോന്നുന്നേ? നാണമില്ലേ നിനക്ക്? ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയിരിക്കണം. കൊന്നുകളയും നിന്നെ ഞാൻ.
സ്വന്തം ഭാര്യയോട് ബഹുമാനത്തോട് സംസാരിക്കുന്നത് കണ്ടില്ലേ? അപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലാക്കി കൂടി ഭാര്യയോടുള്ള സ്നേഹം. വേറൊരു പെണ്ണ് തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ സ്വന്തം ഭാര്യ അദ്ദേഹം വിളിച്ചില്ലേ? അപ്പൊ പോലും നിനക്ക് അദ്ദേഹത്തിന്റെ വില മനസ്സിലായില്ലേ? എനിക്ക് വിശ്വാസമില്ലെന്നോ ഏട്ടന് ധൈര്യമില്ലെന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. രാമനെ ആഗ്രഹിച്ച ശൂർപ്പണഖയുടെ ഗതി എന്തായെന്ന കഥ നീ പഠിച്ചിട്ടില്ലേ? ഞാൻ വിചാരിച്ചാൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യുന്നു? എന്താ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ? ഇനി എന്റെ ഭർത്താവിനെ മറ്റൊരു കണ്ണിൽ നീ കണ്ട നിന്നെ കൊന്നു കുഴിച്ചു മൂടി ഞാൻ. നീ തല കുത്തനെ നിന്ന് ധ്യാനം ചെയ്താലും നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. എന്റെ ഈഗോ നീ വെറുതെ ഇളക്കാൻ നിൽക്കണ്ട. ജീവിത അവസാനം വരെ നീ വേദനിക്കേണ്ടി വരും. ഓ, നിന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യ്. ഇതിനൊക്കെ നീ ഉറപ്പായിട്ടും അനുഭവിക്കും. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. എന്തിനാ എന്നെ തല്ലിയതെന്നോർത്ത് ഓരോ നിമിഷവും നീ വേദനിച്ചുകൊണ്ടിരിക്കും. ഏങ്ങി ഏങ്ങി കരയേണ്ടി വരും. രണ്ടു ദിവസത്തിനകത്ത് വരും. വസുന്ധരെ, വേഗം വാതിൽ കൊടുക്ക. എല്ലാവർക്കും അകത്തേക്ക് കയറാം. വരും. ഒരു യാത്ര ചെയ്ത് ക്ഷീണിച്ചു. ഇനി നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. അതെ ആന്റി, നല്ല ക്ഷീണമുണ്ട്. നാളെ രാവിലെ വരെ ഉറങ്ങണം. നിങ്ങൾ കിടന്നുറങ്ങിയ പിന്നെ ജോലിയൊക്കെ ആരാ ചെയ്യുന്നേ? ഇനി എന്ത് ജോലി ആച്ചാ? വീട് വൃത്തിയാക്കണം, പാത്രം കഴുകണം, പാചകം ചെയ്യണം, തുണി അലക്കണം. ഒരുപാട് ജോലിയുണ്ട് മക്കളെ.
ഞാൻ പാത്രം കഴുകിയിട്ട് പാചകം ചെയ്തോളാം അമ്മേ. ഞാൻ തുണിയൊക്കെ കഴുകിയിടാമേ. അപ്പോ വീട് വൃത്തിയാക്കുന്ന ജോലി എനിക്കാണോ? വേറെ വഴിയില്ലടി. ഇളയമ്മ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാനും കൂടെ ജോലി ചെയ്യണോ ഭാസ്കരേ? ആ, ജോലി ചെയ്തില്ലെങ്കിൽ രാത്രി നിനക്ക് ആഹാരം ഉണ്ടാവില്ല. ഇയാള് ഏട്ടനേ അല്ല, എന്റെ കൂടെ ജനിച്ച രാക്ഷസനാ. എടുത്തിക്ക് ഇഷ്ടമുള്ള ജോലി എടുത്ത് ചെയ്താൽ മതി. ബസ് തുണി അലക്കാന്ന് പറഞ്ഞില്ലേ, ഞാനത് വിരിച്ചിടാം. ചെല്ലേ, ഓരോരുത്തരായിട്ട് ജോലി നോക്ക്. ഏട്ടാ, നമുക്ക് കാറ്ററിംഗുകാരെ ഫോൺ ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, നാളെ തട്ടുകടയിലേക്കും പോണം. നമുക്കതിനുള്ള ഏർപ്പാട് ചെയ്യാം. ശരി അബി. അഖിൽ, അഖിൽ, ഇതേ ഏട്ടാ, വെള്ളം കുടിച്ചോ. നീ എന്താ നോക്കുന്ന ഉണ്ണി? പോക്കറ്റിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ നോക്കുമായിരുന്നു അമ്മേ. അമ്മേ, ഇത് കണ്ടിട്ട് ലോട്ടറി ടിക്കറ്റ് പോലെ ഉണ്ടല്ലോ. ലോട്ടറി ടിക്കറ്റോ? നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ആര് വിൽക്കാനാ? ഉണ്ണി, നീ പോയി അച്ഛനെ കാണിച്ചിട്ട് ചോദിക്ക. ശരി അമ്മേ. വസു, കോഫി എന്തെങ്കിലും കുടിക്കുന്നോ? വേണ്ട ചേച്ചി. നീ എന്നോടൊന്ന് ചോദിക്ക്, ഞാൻ കുടിക്കല്ലോ. ഇളയമ്മയോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്തായാലും കുടിക്കുമെന്ന് എനിക്കറിയാം. എന്താ വസുന്ധര? ഏട്ടന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് അവൻ എന്തോ കിട്ടി. ഇതാണോ? അന്ന് നമ്മൾ ക്ഷേത്രത്തിൽ പോയില്ലേ, പുറത്തൊരു കൊച്ചു കുഞ്ഞ് ലോട്ടറി ടിക്കറ്റ് വാങ്ങാനായിട്ട് കെഞ്ചി ചോദിച്ചു. അത് വേണ്ട. കോഫി വേണോ? വേണ്ട, കോഫി വേണ്ട. നിന്റെ കോഫി വേണ്ട, ഒന്നും വേണ്ട. വസു, വേഗം ഒന്ന് തുണി അലക്ക്. ഇരുന്നിരുന്ന് എന്റെ നടു ഒഴിയുന്ന തോന്നേ. അമ്മേ, എനിക്ക് തുണി കഴിക്കൂടെ അമ്മേ? നടുവേദനയൊക്കെ തനിയെ പോവും. നീയും പിന്നെ കളിയൊക്കെ ആണല്ലേ. ഞാനും അതാണ് ആലോചിക്കുന്നത്. എന്താ മോളെ? വേണം മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. എന്താ മോളെ ഇങ്ങനെ? നിനക്ക് എന്താ പറ്റിയത്? സാർ, മാഡം വളരെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അകത്ത് പോയി എന്താ കാര്യം ചോദിക്കേ. എടാ, ആ മുറിയിലേക്ക് ഞാനിപ്പോ കാല് കുത്തിയാലുണ്ടല്ലോ, ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് എന്റെ കാലെറിഞ്ഞു കുടിക്കും അവള്. അപ്പോ
കാവേരി മേഡം സാറിനെയും തല്ലി പറത്താറുണ്ടോ? തെറ്റ്. എന്റെ അനിയത്തി ഒരിക്കലും എന്റെ മേൽ കൈവയ്ക്കില്ല. കൈകൊണ്ടാണ് അടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു സാർ. ഫുട്ബോൾ പോലെ കാലുകൊണ്ട് ചവിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. കുട്ടിക്കാലത്ത് അവൾ ഫുട്ബോൾ ചാമ്പ്യൻ ആയിരുന്നു. വലുതായിട്ടും ആ ശീലം മാറിയിട്ടില്ല. സാറെന്തിനാ കിടന്ന് ഉരുളുന്നേ? വസുന്ധര മാഡത്തിന്റെ ചെകിടത്ത് അടിച്ചതിന്റെ എഫക്റ്റ് ആയത്. അവര് എന്ത് അടിയാ അടിച്ചത്? എവിടെയോ ദൂരെ നിന്ന് എന്റെ ചെവി തന്നെ മണിയൊച്ച കേട്ടു സാർ. മാഡം എപ്പോഴാ ഇവിടെ വന്നത്? അവൾ എന്നെ അടിച്ചപ്പോ നിന്റെ ചെവിയിൽ മണിയൊച്ച കേട്ടെന്നോ? അത് മാഡം അത് മണിയൊച്ച എങ്ങനെയാണെന്ന് കേൾപ്പിച്ചു തരാടാ. എടാ പിയേ പിയേ, എടാ കാറ്റ് പോയോടാ. ഡേയ് സംസാരിക്കടാ. ഡാ ഡാ സംസാരിക്കേ. എഴുന്നേക്ക്. എടാ എഴുന്നേക്കാൻ. കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല സാർ. ഒന്ന് ഉറക്കെ സംസാരിക്കേ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും കേൾക്കുന്നില്ല സാർ. ഇനിയും കുറച്ചുകൂടി ഒച്ചത്തി പറഞ്ഞേ. ഓ, ഇതിനപ്പുറം എനിക്ക് ഒച്ച വെക്കാൻ വയ്യടാ. എന്റെ അമ്മോ, മണിമുഴക്കം ഞാൻ കേട്ടു മാഡം. മാഡം സൗണ്ട് എഞ്ചിനീയറിംഗ് വല്ലതും പഠിച്ചിട്ടുണ്ട്? മണിമുഴക്കം എങ്ങനെയാ ഓൺ ഓഫ് ആക്കുന്നേ? വീണ്ടും ആ സൗണ്ട് കേൾക്കണമെന്നുണ്ട് നിനക്ക്? അയ്യോ വേണ്ട മാഡം. അല്ല, ആ വസു എന്തിനാ മോളെ നിന്നെ അടിച്ചത്? അവളെ നീ എന്തെങ്കിലും പറഞ്ഞോ? അവളുടെ ഭർത്താവിനെ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു. നീ എന്താ പറഞ്ഞത്? എന്റെ ചെവി കേക്കില്ലേ? ആ അഭിരാമിനെ എനിക്ക് വേണം. അവൻ എന്തിനാ മോളെ നിനക്ക്? അവനൊന്നും ഇവനൊന്നും ഒന്നും അല്ല. പെങ്ങളുടെ ഭർത്താവ്. അളിയെന്ന് വിളിച്ചാ മതിയേട്ടൻ. ഭർത്താവോ? അതെ, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത്, പ്രേമിക്കുന്നത്, കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചത് അത് അഭിരാമിനെയാണ്. ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. എനിക്ക് അഭിരാമിനെ തന്നെ വേണം. ഈ കാര്യം ഞാൻ വസുവിനോട് പറഞ്ഞു. അതിനാ അവൾ എന്നെ തല്ലിയത്. കൊന്നില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കേ. എന്താ ഏട്ടാ പറഞ്ഞത്? ഒന്നുമില്ല മോളെ. നിനക്ക് പ്രേമിക്കാൻ അവനെ മാത്രമേ കിട്ടിയുള്ളൂ. അവനും ഇവനും ഒന്നും അല്ലാന്ന് പറഞ്ഞില്ലേ ഞാൻ? എന്റെ ഭർത്താവ്. വന്നു വന്നു നമ്മുടെ ശത്രുവിനെയാണോ പ്രേമിക്കുന്നത്? അഭിരാം ഏട്ടനായിരിക്കും ശത്രു. എനിക്കവ ശത്രു അല്ല. അപ്പോ എന്റെ ശത്രു നിന്റെയും ശത്രു അല്ലേ? അല്ല, ഏട്ടൻ അബിയോട് പകയാണുള്ളത്. പക്ഷെ ഞാൻ അവനെ സ്നേഹിക്കുകയാണ്. അല്ല മോളെ, അവൻ അത് മോളെ അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? ഒരു തവണയല്ല, 2 തവണ കഴിഞ്ഞു. 3 കുട്ടികളും ഉണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് അഭിരാമിനെ വേണം, അത്രമാത്രം. ഇവര് വലിയ വലിയ ഡിഗ്രി ഒക്കെ എടുക്കും. ഈ രാമായണോ മഹാഭാരതം ഒന്നും വായിക്കില്ല. അതുകൊണ്ടാ രാമനെ സ്നേഹിച്ച ശൂർപ്പണഖയുടെ കഥ ഇവർക്ക് അറിയാത്തത്. നിനക്ക് അഭിറാമിനെ പ്രേമിക്കാം, എന്നാൽ അഭിറാം നിന്നെയും പ്രേമിക്കണമല്ലോ. അഭിറാമിന് വസു എന്ന് പറഞ്ഞാൽ ജീവനാ. 2 പേരും രാമനെയും സീതയും പോലെയാ. വസുവിനെ ഒഴിവാക്കി അഭി നിന്നെ കല്യാണം കഴിക്കുന്നത് അസാധ്യമാണ്. എങ്കിൽ അവരെ അങ്ങ് ഞാൻ വേർപിരിക്കും. അഭിറാമിന്റെ ലൈഫിൽ നിന്ന് വസുവിനെ ഞാൻ ഇല്ലാതാക്കും. അതിനുശേഷം ഞാൻ അഭിറാമിനെ എന്റെ സ്വന്തമാക്കിയിരിക്കും. അഭിറാമിനെ കൊണ്ട് ഒപ്പിടുവിക്കാൻ പറഞ്ഞപ്പോ അവനെ സ്വന്തമാക്കുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇതെന്റെ ഇഷ്ടമാണ് ഏട്ടാ. ഏട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ മറ്റെന്തെങ്കിലും വഴി നോക്കിക്കൊള്ളാം.
സാർ നേരത്തെ ഒന്ന് പറഞ്ഞില്ലേ സാറിന്റെ അടുത്ത് ഈ അഭിരാമിനോട് മനസ്സലിഞ്ഞാല് അവന്റെ കഥ കഴിക്കുമെന്ന്. പക്ഷെ ഇതോടെ സാറിന്റെ പക തീരുമല്ലോ. ഒരെണ്ണം തന്നാലുണ്ടോ? ഇവള് പ്രേമിച്ച മാത്രം മതിയോ? ആ അഭിറാം ഇവളെയും പ്രേമിക്കണ്ടേ? ആ വസു വെറുതെ ഇരിക്കുവോ? ഇവളെ കൊന്നു കുഴിച്ചു മൂടും. നോക്കാം സാർ, എന്താ നടക്കുന്നത്? വെയിറ്റ് ആൻഡ് വാച്ച്.